ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷയുമായി ബിലാസ്പൂരിലെ NIA കോടതിയെ സമീപിച്ചു. എന്നാൽ ഹർജി ഇന്ന് പരിഗണിക്കുമോ എന്ന് വ്യക്തമല്ല. നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറയുന്നത്. വിഷ്ണുദേവ് സായി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ കണ്ടിട്ടുണ്ട്. ആദ്യം പ്രതികരണത്തിൽ. सर, प्रधानमंत्री से लेकर के सब कई सारे मंत्रियों से मिलने आ रहे हैं, क्या कहेंगे? अब वापसी में बोलेंगे. हाँ जी, छत्तीसगढ़ के नाम का इशू है, उसको लेकर के गृह मंत्री से भी मिले थे विपक्ष के सांसद. कानून अपना काम कर रहा है. धन्यवाद. നിയമപരമായ എല്ലാ സഹായം നൽകുമെന്ന് ദുർഗിലെത്തിയ BJP നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചു. ആ പ്രതികരണത്തിൽ. ഇനി ചെയ്യാൻ കഴിയുന്നത് ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴി അടങ്ങുന്ന റിപ്പോർട്ട് കോടതിയിലെത്തുക എന്നുള്ളതാണ്. ആ മൊഴിയിൽ കൃത്യമായി ഇതിന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ല എന്നും അത് അവരുടെ സ്വമനസാലെ ജോലിക്ക് പോയതാണോ എന്നും അവർ കൺവേർട്ടഡ് അല്ല അല്ലെങ്കിൽ കൺവേർഷന് വേണ്ടി കൊണ്ടുവന്നതല്ല എന്നും ആ മൊഴിയിൽ വ്യക്തമാണ്, ഇല്ലേ? അതെ, അത് കോടതിയിൽ എത്തിയാൽ അവിടെയല്ലേ നമ്മുടെ ജാമ്യത്തിന് സാധ്യത. കോടതിയെ ബോധ്യപ്പെടുത്തുന്നല്ലേ സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലല്ലോ. സംസ്ഥാന സർക്കാർ വിചാരിക്കാതെ ആ ഡയറി അവിടെ എത്തുമോ? അതേസമയം കേരളത്തിൽ നിന്നുള്ള LDF UDF നേതാക്കൾ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. പ്രതികരണങ്ങളിൽ കണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ അമ്മയെ പോയി കണ്ടതും മറ്റ് സഹോദരങ്ങളെ കണ്ടതും ഒക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ജയിലിലാണുള്ളത് എന്നുള്ള കാര്യം അവർക്ക് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. കാരണം എന്തിനാണ് ഞങ്ങളെ ജയിലിലടച്ചത് എന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേരെ മതഭ്രാന്ത് പിടിപെട്ട കുറേ പേര് ചേർന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് മനുഷ്യക്കടത്ത് എന്ന പേരിൽ കുറ്റം ആരോപിച്ച് ജയിലിലടക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു നിർഭാഗ്യകരമായ സംഭവമാണ്. നമ്മൾ നിലവിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ആയിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. എത്രയും വേഗം നമുക്ക് കോടതി നടപടികൾ പൂർത്തീകരിച്ച് നമുക്ക് ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാതെ നമ്മുടെ നിരപരാധികളായിട്ടുള്ള ഈ 2 കന്യാസ്ത്രീകൾക്കും നീതി ലഭിക്കണം. അവരെ ജയിലിന് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പോലീസിന് റിപ്പോർട്ട് തേടിയാൽ അടിയന്തരമായിട്ട് തന്നെ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കണം. അതുപോലെ തന്നെ അവരുടെ ഭാഗം അവർ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കള്ളക്കേസാണ് എന്നും ഇതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യക്കടത്ത് നടത്തിയെന്ന് ബജറംഗ് ആരോപിക്കുന്ന ഈ 3 പെൺകുട്ടികൾ അവർ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് അവർ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തുടർ വാർത്തകളും വരുന്നുണ്ട്. ദുർഗിൽ നിന്ന് അജീഷ് ശ്രീകുമാറും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ആദ്യം അജീഷിലേക്കാണ്. ദുർഗിലാണ് അജീഷ് ഉള്ളത്. അജീഷ്, നമ്മൾക്കറിയേണ്ട 8 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെയാണ്. ഈ FIR ക്വഷ് ചെയ്യുന്ന കാര്യവും കേസ് റദ്ദ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ഇവർക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ ജാമ്യാപേക്ഷ NIA കോടതിയിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പരിഗണിക്കുമോ? ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഒപ്പം സർക്കാർ നിലപാട് ഏറെക്കുറെ നിർണായകമാകുന്ന ജാമ്യാപേക്ഷ കൂടിയാണ് ഇപ്പോൾ NIA കോടതിയിലുള്ളത്. വിവരങ്ങൾ. സുഹൈലെ, NIA കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കേസ് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഹർജി ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഹർജി അതുകൊണ്ട് തന്നെ കോടതി ചില വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. അല്ലെങ്കിൽ മാത്രമല്ല ഇന്ന് ഈ ഹർജി പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇത് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ പ്രതിനിധികളൊക്കെ തന്നെ ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയിൽ തുടരുന്നുണ്ട്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ ഹർജി NIA കോടതിയിൽ നൽകിയത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ഷോൺ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതിയിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി നൽകിയാൽ തന്നെ ഒരുപക്ഷെ അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും കേസ് പരിഗണിക്കുക. അപ്പോൾ ഇന്നും നാളെയും 2 ദിവസം വെറുതെ പാഴായി പോകും. അതുകൊണ്ടാണ് ഒരു സാധ്യത എന്ന നിലയിൽ NIA കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. സെഷൻസ് കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് NIA കോടതിയിലേക്ക് പോയത്. ഒരു സാധ്യത മാത്രമാണ്. ഇപ്പോഴും കേസ് NIA കോടതി പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവിടെയുള്ള അഭിഭാഷകർക്ക് പോലും ഒരു ഉറപ്പില്ല. ഒരു 50-50 ചാൻസ് മാത്രമാണ് ഇന്ന് കോടതി ഈ കേസ് എടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പറയപ്പെടുന്നത്. എന്തായാലും പ്രതിനിധികളടക്കം സഭയുടെയും അതുപോലെ തന്നെ ഈ അവരുടെ അഭിഭാഷകരടക്കം ഈ ബിലാസ്പൂരിലെ NIA കോടതിയിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ ദുർഗ് ജയിലിൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം എത്തി എന്നുള്ളതാണ്. UDF-ന്റെയും LDF-ന്റെയും MP-മാരടങ്ങുന്ന സംഘം, CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഷോൺ ജോർജ് അടക്കമുള്ളവർ ഈ ദുർഗ് സെൻട്രൽ ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. പ്രധാനമായും ഈ LDF CPIM നേതാക്കൾ പറഞ്ഞത് ഈ നടക്കുന്നത് ഒരു ക്രെഡിറ്റ് വാറാണ്. ക്രെഡിറ്റ് വാറിന് വേണ്ടിയിട്ടുള്ളൊരു നാടകമാണ് കോൺഗ്രസും BJP-യും തമ്മിൽ നടത്തുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള PK ശ്രീമതിയും
CS സുജാതയും ആരോപിച്ചിട്ടുള്ളത്. മാത്രമല്ല പക്ഷേ ഇതിനോട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം തുടക്കം മുതൽ ഈ വിഷയം വന്നത് മുതൽ തന്നെ തുടക്കം മുതൽ പ്രതികരിച്ചത് കോൺഗ്രസ് നേതാക്കളാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ട്വീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ നേതാക്കൾ ഛത്തീസ്ഗഡിലെത്തി നിയമസഹായം ഉറപ്പ് നൽകിയെന്നും പറയുന്നു. BJPയുടെ വാദം എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധിയെ ഇങ്ങോട്ട് അയച്ചു. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം കണ്ടിരുന്നു. നിയമസഹായങ്ങൾ ഉറപ്പുവരുത്തുന്നത് ഈ BJPയുടെ നേതൃത്വത്തിലാണെന്നും അവരും അവകാശപ്പെടുന്നു. എന്തായാലും ഒരു ക്രെഡിറ്റ് വാർ ഇവിടെ നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ എന്തായാലും നമുക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. കന്യാസ്ത്രീകളെ പുറത്താക്കാൻ കന്യാസ്ത്രീകളെ അവരെ മോചനത്തിനായി എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും 8 ദിവസമായി ഈ ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് ഈ കന്യാസ്ത്രീകൾ. എന്തായാലും ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകി എന്നുള്ള കാര്യം മാത്രമാണ് ഉള്ളത്. ഇനി ലിസ്റ്റ് ചെയ്യുമോ, ലിസ്റ്റ് ചെയ്താൽ ഇന്ന് തന്നെ അത് പരിഗണിക്കുമോ അതോ നാളത്തേക്ക് മാറ്റിവെക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്.